രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ളൊരു കാലതാമസമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും ക്യാമ്പുകളിൽ നേരത്തെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും, അതിന് സമയം വെക്കേണ്ട കാര്യമില്ല. പ്രഭാത ഭക്ഷണം അതിരാവിലെ തന്നെ കൊടുത്തു തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഉച്ചഭക്ഷണമായാലും വളരെ കഴിയുന്നത്ര നേരത്തെ തന്നെ അവിടെ എത്തണം. ആളുകൾ ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇടുക്കിയിൽ ഏതാണ്ട് 74 സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ലാൻഡ് സ്ലൈഡ് എന്ന് പറയാൻ പറ്റില്ല, ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 2 സ്ഥലത്ത് വീടുകളിലേക്ക് ആ മണ്ണിടിഞ്ഞ് വീണാണ് ഈ പ്രശ്നങ്ങൾ, മരണം ഉൾപ്പെടെ ഉണ്ടായത്. ഒരു സ്ഥലത്താണ് പ്രധാനമായും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ വ്യാപകമായിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായ ഇത്തരം കാര്യങ്ങൾ പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് അത് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. കാരണം 350 മുകളിൽ പോയി, 350 mm മുകളിൽ പോകുന്ന പറഞ്ഞാൽ അതിശക്തമായ മഴയാണ്. അതുവരെ ഏതാണ്ട് താഴെ പമ്പയാറിൻ്റെ ഒക്കെ ജലനിരപ്പ് എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. 2.5-3 മണിക്കൂർ നേരത്തെ മഴ കൊണ്ട് പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള മഴവെള്ളം വന്നു എന്ന് പറയുമ്പോൾ ആ മഴയുടെ തീവ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ള ആലോചിച്ചാൽ ബോധ്യമാകും. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ലഭ്യമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മഴ പറയും, അതിനകത്തുള്ള കളർ ചേഞ്ച് പറയും, അലർട്ടിനെ കുറിച്ച് പറയും. പക്ഷേ ഇന്ന സ്പോട്ടിൽ ഇത് ചില കേന്ദ്രങ്ങൾ മാത്രം ഇത്തരം മഴ ഉണ്ടാവുകയാണ്, എല്ലായിടത്തും അല്ല. ചില കേന്ദ്രങ്ങളിലാണത് ഉണ്ടാകുന്നത്, ഒരു ഏരിയയിൽ മാത്രം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുപാട്, ഇനിയും എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം, ഏതെങ്കിലും രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആധുനിക രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യം നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നുണ്ട് എന്ന വിവരമാണ് തരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളുണ്ട്. ആ ധനസഹായങ്ങളൊക്കെ തന്നെ ഇവർക്കും ലഭ്യമാകും. അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്കും, അത് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായാലും ഭാഗികമായി നഷ്ടപ്പെട്ടവരായാലും കൃഷിനാശം സംഭവിച്ചവരായാലും, അതുപോലെ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായ ഒരു കാര്യം, വലിയ രീതിയിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന പരമാവധി സഹായം ഗവൺമെന്റ് കൊടുക്കും.